നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെർമസെലി ഫ്രൂട്ട് കസ്റ്റർഡ് ആണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായി കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെർമസെലി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വെർമസെലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കവർ പാല് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഈ പാലിലൊന്ന് വെർമസെലി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നന്നായിട്ടൊന്ന് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് വെർമസെലി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെർമസെലി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഒരു 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് പാലുമായിട്ട് ഇനി മിക്സ് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി ചേർക്കാം. തണുക്കാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. വെർമസെലി കസ്റ്റാർഡിന്റെ മിക്സ് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ആപ്പിൾ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുന്തിരിങ്ങ അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഞാലിപ്പൂവൻ പഴം ഒന്ന് അരിഞ്ഞെടുത്തത് അത് ചേർക്കാം. മാതളം ഒന്ന് അടർത്തിയെടുത്തത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓറഞ്ച് അരിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിൽ മാറ്റം വരുത്തി ചേർക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് കുറച്ച് കാഷ്നട്ടും അതുപോലെ കിസ്മിസും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വെർമസെലി ഫ്രൂട്ട് കസ്റ്റർഡ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെർമസെലി ഫ്രൂട്ട് കസ്റ്റർഡ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ മറക്കാണ്ട് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്